നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പ് സുകുമാരൻ നായർ സാറ് കഴിഞ്ഞ ദിവസം അവിടുത്തെ മന്നം ജയന്തിയിലോ മഹാസമ്മേളനത്തിലോ മറ്റോ ഒരു പ്രഖ്യാപനം നടത്തുന്നത് കേട്ടു. ഈ ജാതി സംവരണമേ എടുത്ത് കാട്ടിക്കളയണം. എന്തിനാണ് ഈ സംവരണം? കഴിവും മിടുക്കുമൊക്കെ ഉള്ളവർ കയറി വരട്ടെ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നും, ഇങ്ങനെ ജാതിമത ചിന്തകളൊന്നുമില്ലാത്ത ഒരു മഹാമനുഷ്യനായ ഇത്രയും നല്ല ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ അതൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അതൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അങ്ങനെയൊക്കെ വരികയും കണക്കെടുക്കുകയും ഒക്കെ ചെയ്താൽ ആ കണക്ക് തിരിഞ്ഞു കൊത്തുമെന്നുള്ളത് കൊണ്ടാണ് ഇതൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ, ഇതൊക്കെ ആ സമൂഹത്തിൻ്റെ നീതി എന്നൊക്കെ പറഞ്ഞ് അതിയാൻ തട്ടിവിടുന്നത്. യഥാർത്ഥത്തിൽ ജാതി സെൻസസ് ഈ കേരളത്തിൽ നടക്കുക തന്നെ വേണം, നടപ്പിലാക്കുക തന്നെ വേണം. എന്തെന്നറിയോ? കണക്കുകളിൽ എല്ലാവരും ഒന്ന് ബോധ്യപ്പെടട്ടെ, ആർക്കാണ് കൂടുതൽ കിട്ടിയത്, ആരാണ് അനർഹമായി പിടിച്ചു വാങ്ങിയത് എന്നൊക്കെ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ AP അനിൽകുമാർ സാറ് സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സംസ്ഥാനം തുടങ്ങിയ ശേഷം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മന്ത്രിസഭയിൽ ഒരു പട്ടികജാതി വിഭാഗമില്ലാത്തതെന്ന്. കാരണം കേളു സാറ് ആദിവാസി വിഭാഗത്തിൽ അഥവാ പട്ടികവർഗത്തിൽ വരുന്ന ആളാണ്. പട്ടികജാതിയിൽ ഒരു മന്ത്രി ഇപ്പോൾ കേരള നിയമസഭയിൽ ഈ സർക്കാരിലില്ല. 9.5% പട്ടികജാതി വിഭാഗം, ഏതാണ്ട് 10% കേരളത്തിൽ. പരമാവധി 15% നായർ വിഭാഗത്തിൽ 10ഓളം മന്ത്രിമാരുണ്ട്. അപ്പോൾ 10% ഉള്ളവനൊന്നുമില്ല, 15% ഉള്ളവന് 10 മന്ത്രിമാരുണ്ട്. അപ്പോൾ ജാതി സെൻസസ് എടുത്താൽ ഈ പറയുന്ന കണക്കുകൾ എവിടെ ചെന്ന് നിൽക്കും? അപ്പോൾ പിന്നെ മാർപ്പാപ്പ പറയുന്നതല്ലേ ബുദ്ധി? എന്നാൽ മാർപ്പാപ്പ പറയുന്നതാണ് ഈ ബുദ്ധി എന്ന് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടും മിണ്ടാതെ നടക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും ചോദിച്ചു വാങ്ങിക്കാൻ അറിഞ്ഞുകൂടാത്ത കുറച്ച് ദളിത് വിഭാഗത്തിലെ സംഘടനാ നേതാക്കളുണ്ട്. അവരൊക്കെയും അവർക്കെന്തെങ്കിലും ഒരു അപകർഷണം കിട്ടിയാൽ അതിൽ കടിച്ചു തൂങ്ങി അത് നക്കി അങ്ങ് ജീവിച്ചോളും. സ്വന്തം സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ആണത്തത്തോടെ ചോദിക്കാനുള്ള ഒരു കാലിബറോ തൻ്റെ ഇടമോ ഒന്നും അവർ പ്രദർശിപ്പിക്കാറില്ല, അതവർക്ക് താല്പര്യവുമില്ല. എന്നാൽ ഇടയ്ക്കിടെ ആണ്ടോടാണ്ട് അവരെല്ലാവരും മഹാനായ അയ്യങ്കാളിയുടെയും അതുപോലെയൊക്കെയുള്ള അംബേദ്കറിൻ്റെയും ഒക്കെ ജന്മശതാബ്ദി ആഘോഷിച്ച്, ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആവേശം കൊള്ളും. എന്നാൽ ആ ഭൂതകാലത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആവേശത്തിൽ നിന്നും വർത്തമാന കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് ചോദിക്കാൻ പോലും നാക്ക് പൊങ്ങില്ല, കെൽപ്പുമില്ല. എന്തോ ഒരു വിചിത്രമായ സ്ഥിതിയാണ്. അവരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ചങ്ങനാശ്ശേരി പോപ്പ് നമുക്ക് സംവരണമേ വേണ്ട, ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ, ഇച്ചിരി കൂടുതൽ കനത്തിൽ കിട്ടട്ടെ എന്നൊക്കെ പറയുന്നത്. കഷ്ടം.